ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുകയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ എൻ്റെ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു കസേരേൻ്റെ മണ്ടയ്ക്കാണ് വെച്ചിട്ടുള്ളത്. റിംഗ് ലൈറ്റിന് ഇടയ്ക്ക് ബാലൻസ് പോകും, അപ്പോൾ അതിൽ വെച്ചിട്ട് കാര്യമില്ല. അപ്പം അതാണ് ഇവിടെ ഇങ്ങനെ ഒരു ബ്രൗൺ ഒരു സംഭവം വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിന്ന് പുതിയൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു വെറൈറ്റി വേണം. അപ്പോൾ വെറൈറ്റിക്ക് വേണ്ടി ഞാൻ പുതിയൊരു ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. 75 days ഹാർഡ് ചാലഞ്ച്. കുറേ പേർക്കൊക്കെ അറിയുമായിരിക്കും, കുറച്ച് പേർക്കൊക്കെ അറിയണ്ടാവില്ല. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചാലഞ്ചാണ്. നിങ്ങൾക്ക് ഇതിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനൊക്കെ വീഡിയോ ഇട്ട് ആരെങ്കിലും ചാലഞ്ച് ചെയ്യുമോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാണുന്നവരാർക്കെങ്കിലും തോന്നി ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ. എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പക്ക അതേപോലെയല്ല, എൻ്റെതായ രീതിക്ക് കുറച്ച് മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടമായ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുക. എന്നാൽ മാത്രമേ വീഡിയോയിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം. 75 days ഹാർഡ് ചാലഞ്ച് എന്താണ്? ഈ 75 days ഹാർഡ് ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മളൊരു ഫിറ്റ്നസ്സിൽ വരുന്ന ഒരു ചാലഞ്ചാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് 5 റൂൾസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഒരു ഡയറ്റ് ഫോളോ ചെയ്യണം. അതിൻ്റെ അകത്ത് എന്താ പറയുക, നമ്മുടെ ഫാസ്റ്റ് ഫുഡ്, പിന്നെ അതേപോലെ തന്നെ ഷുഗർ ഐറ്റംസ്, ഇതൊന്നും ഒരു 75 ദിവസത്തേക്ക് യൂസ് ചെയ്യാൻ പാടില്ല. ഒരു നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുക, അതാണ് ഫസ്റ്റ് റൂള്. അപ്പോൾ ഇതില് ഈ ഫസ്റ്റ് റൂളിൽ ഞാൻ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തുന്നുണ്ട്. അതായത് മനുഷ്യന്മാരാണല്ലോ, എന്തെങ്കിലുമൊക്കെ തട്ടിപ്പോവുമല്ലോ. അപ്പോൾ പക്ക സ്ട്രിക്റ്റഡ് ആയിട്ടൊന്നും എനിക്ക് 75 ദിവസം ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഷുഗർ കൺസംഷനൊക്കെ ഞാൻ പറ്റുന്ന പരമാവധി കുറച്ചിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ഷുഗർ യൂസ് ചെയ്യുള്ളൂ എന്നാക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ജങ്ക് ഫുഡ്സ് ഒക്കെ മാക്സിമം കുറയ്ക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ വീട്ടിലൊക്കെ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കല്യാണമൊക്കെ വരികയാണെങ്കിൽ അതിനൊന്നും ഞാൻ കൺട്രോൾ ചെയ്യുന്നതല്ല. ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ മോഡിഫിക്കേഷൻ. പിന്നെ ഇനി രണ്ടാമത്തെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ലിറ്റർ വെള്ളം കുടിക്കണം. അതാണ് രണ്ടാമത്തെ റൂൾ. അത് ഞാൻ അതേപോലെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഓൾറെഡി ഞാൻ 3 ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 1 ലിറ്റർ വെള്ളം കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ ടാസ്ക് ആയിട്ട് തോന്നുന്നില്ല. പിന്നെ അടുത്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വർക്കൗട്ട് നമ്മൾ 2 വർക്കൗട്ട് ഒരു ദിവസം ചെയ്യണം. 45 മിനിറ്റിന് 2 വർക്കൗട്ട്. ഒന്ന് ഇൻഡോർ ആയിരിക്കണം, ഒന്ന് ഔട്ട്ഡോർ ആയിരിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിലെൻ്റെ മോഡിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഒരുവിധ എല്ലാ റൂൾസിലും എൻ്റെതായ മോഡിഫിക്കേഷൻ ഉണ്ട്. ഇതിലെൻ്റെ മോഡിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡോർ വർക്കൗട്ട് 45 മിനിറ്റ് സെറ്റാണ്. പക്ഷെ ഔട്ട്ഡോർ വർക്കൗട്ട് എപ്പോഴും എനിക്ക് അങ്ങനെ പുറത്തേക്ക് ഇപ്പോൾ ഈ ഹോസ്റ്റലിലൊക്കെ ആവുന്ന സമയത്ത് ക്ലാസ് അതിൻ്റെതൊക്കെ ആകുമ്പോൾ ഔട്ട്ഡോർ പറ്റും. അതായത് ഞാൻ എന്താക്കും, ഞാൻ കോളേജിൽ നിന്ന് വരുമ്പോൾ നടക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞാൻ ഔട്ട്ഡോർ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഈ 45 മിനിറ്റ് ഒന്നും അതില്ല. അതാകെ 5 മിനിറ്റോ 10 മിനിറ്റോ ഉള്ളൂ. അപ്പോൾ ബാക്കി ഞാൻ ഇൻഡോർ വാക്കിംഗ് ചെയ്യുന്ന തീരുമാനിച്ചിട്ടില്ല. പിന്നെന്ന് പറഞ്ഞാൽ 45 മിനിറ്റ്സ് അല്ല ഞാൻ ചെയ്യുന്നത്, അവിടെ ഞാൻ ടൈം കൂട്ടിയിട്ടുണ്ട്. ഞാൻ 10K സ്റ്റെപ്സ് കവർ ചെയ്യുന്നതാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ 10K സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം 2 മണിക്കൂറിൻ്റെ അടുത്ത് ടൈം എടുക്കുന്നുണ്ട് എനിക്ക് 10K സ്റ്റെപ്സ് കവർ ചെയ്യാൻ. അപ്പോൾ ഞാൻ 10K സ്റ്റെപ്സ് കവർ ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇൻഡോർ വർക്കൗട്ട് 45 മിനിറ്റ്സ് ചെയ്യും. അതാണ് ഇതിൻ്റെ അടുത്ത റൂളും എൻ്റെതായ മോഡിഫിക്കേഷനും. പിന്നെ വേറൊരു റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് ഡെയിലി 10 പേജ് ഒരു നോൺ ഫിക്ഷൻ ബുക്കിൻ്റെ 10 പേജ് വായിക്കണം എന്നുള്ളത്. വായനാശീലം ഒട്ടുമില്ലാത്തത് കൊണ്ട് തന്നെ ഇതെനിക്ക് വലിയൊരു ടാസ്ക്കാണ്. പക്ഷെ എന്നാലും ഞാൻ ട്രൈ ചെയ്യും. പക്ഷേ ഈ ഡെയിലി 10 പേജ് ചിലപ്പോഴേ എനിക്ക് നടക്കുള്ളൂ. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും കാരണം മൂലം എനിക്ക് ഏതെങ്കിലും ഒരു ദിവസം വായിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ഞാൻ ക്യാരി ഫോർവേഡ് ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഒരു ദിവസം ഞാൻ 10 പേജ് വായിച്ചിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം 10 വരെ ഞാൻ 20 പേജ് വായിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഇതൊക്കെ നടക്കുമെന്ന് തമ്പുരാനറിയാം. പിന്നെ അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഡെയിലി ഒരു ഫോട്ടോ എടുക്കണം എന്നതാണ്. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചു ഡെയിലി ഫോട്ടോ എടുക്കുക. എന്തായാലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. ഈ 75 ഡേ ചാലഞ്ചിൻ്റെ 75 ദിവസം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും, ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ എന്തായാലും അതിൽ വീഡിയോ എടുക്കുന്നുണ്ട്, എൻ്റെ തിരുമോന്ത കാണിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഫോട്ടോൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ആക്കാം. അതാണ് എൻ്റെ ഒരു മോഡിഫിക്കേഷൻ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 75 days ഹാർഡ് ചാലഞ്ച്. ഇത് ഭയങ്കര ഹാർഡാണോ വെച്ച് കഴിഞ്ഞാൽ ഹാർഡായിരിക്കും. പക്ഷെ ഞാൻ എൻ്റെതായ മോഡിഫിക്കേഷൻസ് വരുത്തിയത് കൊണ്ട് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അപ്പം നിങ്ങൾ വിചാരിക്കണം ഇതിൽ പിന്നെ എന്തോ ചാലഞ്ചാണ് ഉള്ളത്, ഒക്കെ നീ നിൻ്റെ സൗകര്യത്തിന് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ ചാലഞ്ചാണ്.
സത്യം പറയാലോ, എന്നെ കൊണ്ട് നടക്കാത്ത കാര്യം ഞാൻ ചെയ്യാൻ നിൽക്കുന്നില്ല. എന്തിനാ വെറുതെ നമ്മൾ ഒരിക്കലും നമ്മുടെ ബോഡിക്ക് ഒരു സ്ട്രെസ് കൊടുക്കുന്ന രീതിക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, നമ്മളത് എൻജോയ് ചെയ്യണമല്ലോ. അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന ഇതിലിപ്പോൾ മാറ്റങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട്. വർക്കൗട്ടിന്റെ ടൈം കൂട്ടി, വെള്ളം കുടിക്കുന്നത് കൂട്ടി, പിന്നെ ബുക്ക് വായിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെതായ രീതിക്ക് ഞാൻ കുറച്ച് ചേഞ്ചസ് കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ടുണ്ട്. പിന്നെ ഇനി നിങ്ങൾ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വെയിറ്റ് ഒന്ന് മെഷർ ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ബോഡി മെഷർമെന്റ് എടുക്കുക. ഹിപ്സ്, ബെല്ലി ആ ഭാഗത്തേക്ക് ബോഡി മെഷർമെന്റ് എടുക്കുക. എന്നിട്ട് ഈ 75 ദിവസത്തിന് ശേഷം വെയിറ്റും ബോഡി മെഷർമെന്റ്സും ചെക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്തെങ്കിലും റിസൾട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത ദിവസം മുതൽ ഈ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് കുറച്ചാൾ, ഒരു 10 ആൾ വേണ്ട, ഒരു 5 ആളെങ്കിലും എൻ്റെ കൂടി ഈ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ കൂടുതൽ പറഞ്ഞ് ഇനി ലാഗ് അടിപ്പിക്കുന്നില്ല. അപ്പോൾ ചാലഞ്ച് താല്പര്യം ഉണ്ടെങ്കിൽ നാളെ മുതൽ എൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ടാറ്റാ.